നമ്മളോടൊപ്പം ടി സിദ്ദിഖ് MLA ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രീ ടി സിദ്ദിഖ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സിദ്ദിഖ്, ഇപ്പോൾ ഈ സംഭവത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്ന്, അതീവ ഗുരുതരവും ക്രൂരവും പൈശാചികമായ രീതിയിലാണ് ഈ സംഘം ആദിവാസിയായിട്ടുള്ള പ്രിയപ്പെട്ട മാതനോട് പെരുമാറിയത്. ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ? അവർ അവിടെ നമ്മുടെ ഒരു മാഷ കല്ലെടുത്ത് എറിഞ്ഞു, വളരെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി. തർക്കം വന്നപ്പോൾ ഈ പാവപ്പെട്ട പയ്യനെ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണം നടത്തിയത്? അവനെ കാറിൻ്റെ ഡോറടച്ച് അവൻ്റെ വിരലതിനുള്ളിൽ കുടുങ്ങി. അത് വണ്ടി അങ്ങ് എടുത്ത് ഇവർ മുന്നോട്ട് പോവുകയാണ്. 1/2 കിലോമീറ്ററോളം ഇവനെ വലിച്ചഴച്ചു കാറ്. സ്വാഭാവികമായി എന്തായി? ഇവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയൊന്നുമില്ല. ഇത്രയും ഗുരുതരമായ രീതിയിൽ, മനുഷ്യത്വരഹിതമായ രീതിയിൽ അക്രമം നടത്തിയതായിരിക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള ഇവർ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണോ എന്നുള്ള പോലും സംശയമുണ്ട്. ഒരു പ്രതിയെ പോലും, വാഹനത്തെ പോലും ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ വിവരം. പോലീസിനോട് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. വയനാട്ടിൽ പാവപ്പെട്ട ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, അവരെ ചേർത്ത് നിർത്തലും അവരെ ഉത്തരവാദിത്തത്തോടു കൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകലും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അവിടെയാണ് ഒരു മധുവിൻ്റെ സംഭവം, നമ്മുടെ കരളലിയിപ്പിക്കുന്നതായിരിക്കുന്ന മധുവിൻ്റെ ഒരു നോട്ടമുണ്ട്. അവൻ്റെ സഞ്ചി പരിശോധിക്കുന്ന ജനമുണ്ട്. പരിശോധിച്ച സമയത്ത് ഒരു പിടി അരി കിട്ടുന്നത് നമ്മുടെ മുമ്പിലുള്ള വലിയ വേദനയായിരുന്നു. വിചാരണ ചെയ്ത് മധുവിനെ കൊലപ്പെടുത്തുകയാണ്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മാനന്തവാടിയിൽ 3 ആദിവാസി കുടുംബത്തിൻ്റെ വീട് തകർത്ത് അവരെ പെരുവഴിയിലേക്ക് എറിഞ്ഞത്. ഞങ്ങളൊക്കെ ഓടിയെത്തി അവരെ ഫോറസ്റ്റ് ഡോർമെട്രിയിലേക്ക് മാറ്റാനുള്ള നടപടി എടുത്തു, ഭക്ഷണം കൊടുപ്പിച്ചു. അത് ഈ കുറച്ച് ദിവസം മുമ്പെയാണ് സമാനമായ മറ്റൊരു വിഷയം. എൻ്റെ നിയോജകമണ്ഡലത്തിൽ വിശ്വനാഥൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട ആദിവാസി ചെറുപ്പക്കാരൻ, അവൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അവനൊരു കുട്ടിയുണ്ടാവുകയാണ്. ഭാര്യയെ ചികിത്സിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മേപ്പാടിയിലെ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്ത് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. നിങ്ങൾ ആലോചിക്കണം, രാത്രി പരസ്യ വിചാരണ ചെയ്യുകയാണ് ഈ ചെറുപ്പക്കാരനെ. ജനങ്ങൾ ചോദിക്കുകയാണ്, ആളുകൾ, ചില ആളുകൾ, എല്ലാവരും അല്ല, നിൻ്റെ കയ്യിൽ എവിടുന്നാണ് പണം? ഞാൻ ചോദിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് എന്തായി? മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു. ഒരാൾക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ ചെറുപ്പക്കാരൻ അവസാനം അരച്ചാൻ കയറിൻ്റെ മേലെ തൂങ്ങി മരിച്ചു. ഞാൻ ചോദിക്കുന്നു ആദിവാസികളോട് 2 കാര്യം: ഭരണപരമായ ഉത്തരവാദിത്തം, 2 പൊതുസമൂഹത്തിൽ ചിലരുടെ മനോഭാവം. ഇത് രണ്ടും ഹൃദയഭേദകമാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്.